Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് ഓവൻ ഇല്ലാതെ ചോക്ലേറ്റ് കപ്പ് കേക്ക്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/4 കപ്പ് പൊടിച്ചെടുത്ത പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 കോഴിമുട്ട ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം വലിപ്പത്തിലുള്ള മുട്ടയാണ്. അത് ഓരോന്നോരോന്ന് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 3 മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ ഒരു വയർ വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇനി മുട്ടയുടെ കളറൊക്കെ മാറി നല്ല പെയിൽ യെല്ലോ കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/3 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. 10 മിനിറ്റ് മീഡിയം ഹൈ ഹീറ്റിലൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡറിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും. അത് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് പതുക്കെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കരുത്. ഈ ബാറ്ററിലേക്ക് പൊടി നന്നായിട്ട് യോജിച്ച് വരുന്നവരെ മാത്രം മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കപ്പ് കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് സിലിക്കൺ മോൾഡാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സിലിക്കൺ മോൾഡ് ഇല്ല, പേപ്പർ ലൈനേഴ്സ് ആണ് ഉള്ളതെങ്കിൽ സാധാരണ നമ്മുടെ ഡിസ്പോസിബിൾ പേപ്പർ കപ്സ് ഇല്ലേ, അതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ മതി. പേപ്പർ കപ്സ് പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിനുള്ളിലായിട്ട് കപ്പ് കേക്ക് ലൈനേഴ്സ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൽ ബാറ്റർ ഫില്ല് ചെയ്യുന്ന സമയത്ത് 1/4 ഭാഗം മാത്രം ഫില്ല് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് ഒരിക്കലും ഫില്ല് ചെയ്തെടുക്കരുത്. അപ്പോൾ ഞാനിതിലേക്ക് ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിൽ അല്ലെങ്കിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാനിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലായിട്ടൊരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 25 മിനിറ്റ് കൊണ്ട് ഇത് ബേക്കായിട്ട് കിട്ടി. അപ്പോൾ ഓരോരുത്തരുടെയും സ്റ്റൗവിൻ്റെ ഫ്ലെയിം അനുസരിച്ചിരിക്കും അതിൻ്റെ ബേക്കിംഗ് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കും. 25 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്ലീൻ ആയിട്ടാണ് അത് പുറത്ത് വരുന്നതെങ്കിൽ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. എനിക്കൊരു 25 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഇത് ബേക്കായിട്ട് കിട്ടി. ഇതുപോലെ തന്നെ ബാക്കിയുള്ള കപ്പ് കേക്ക്സും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ബട്ടർ ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ ക്രീം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മാക്രോൺസിൻ്റെ റെസിപ്പിയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന നോസിൽ നൂറിൻ്റെ N1 നോസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് വെച്ച് റോസറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ടും ഫ്രോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീമിലേക്ക് ഇതുപോലെ തന്നെ ഗനാഷ് ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.